ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതും മലയാളിയാണ്. അതുകൊണ്ട് നമ്മുടെ റൂം എപ്പോഴും ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുക. പക്ഷേ എന്നാലും ഒരു 4 ദിവസമൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ റൂം ക്ലീൻ ചെയ്തിടും. അടിച്ചു വാരൽ എല്ലാ ദിവസവും 2-3 നേരം അടിച്ചു വാരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും തലമുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ തലമുടി ചെയ്യാലും വൃത്തിയിൽ അടിച്ചു വാരിയിടും. കാരണം വെച്ചാൽ ആരും ഒരാൾ റൂമിൽ വന്ന് നോക്കുമ്പോഴും നമ്മുടെ റൂം എപ്പോഴും ക്ലീനായിട്ട് തന്നെ കിടക്കാറ്. പിന്നെ 3 ദിവസം 4 ദിവസം കൂടുമ്പോഴേ നമ്മൾ തുടച്ചിടാറുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അഴുക്കൊന്നും ഉണ്ടാകാറില്ല. പിന്നെ റൂമിലിരുന്ന് ഫുഡ് കഴിക്കാറ്. നമ്മൾ കിച്ചണിലിരുന്ന് ഫുഡ് കഴിക്കാൻ പോകാറില്ല. അവിടുന്ന് ഭക്ഷണം ചൂടാക്കിയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവച്ചിരുന്നാണ് കഴിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പല ആളുകളും കുക്ക് ചെയ്യുന്നതാണ് അവിടെ. അവരുടെ കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മൾ കുക്ക് ചെയ്യുന്ന സ്മെല്ല് അവർക്കും ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പക്ഷേ ഫിലിപ്പീൻസിൻ്റെ കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ല് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ കിച്ചണിലിരുന്ന് ഫുഡ് കഴിക്കാറേ ഇല്ല. കഴിക്കും, ഏർലി മോർണിംഗിൽ ആരും ഉണ്ടാകത്തില്ല. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളവിടെ ഇരുന്ന് കഴിക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് എപ്പോഴും റൂമിൽ വന്നിരുന്ന് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ബോക്സൊക്കെ ഓരോ ദിവസവും നമ്മൾ മാറ്റും. അപ്പോൾ ഈ റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. കാരണം ഇന്ന് രാവിലെ മുതൽ കിച്ചണിൽ ഓരോ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കലും ഒക്കെ എല്ലാ ദിവസവും നമ്മൾ കുക്ക് ചെയ്യാറില്ല. പക്ഷേ ഇന്നെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുളിക്കാതെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം തുടയ്ക്കുന്നതൊക്കെ കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് ഇപ്പോൾ ബാക്കി പണി ചെയ്യുന്നത്. പിന്നെ തുടയ്ക്കാൻ നമ്മൾ പ്രത്യേകിച്ച് മോപ്പൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. വൈപ്പറിൻ്റെ മുകളിലൊരു തുണിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ഇതാ ഇന്നത്തെ എൻ്റെ റൂം ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കല്ലേ.